നമ്മൾ നേരത്തെ പഠിച്ചു ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത് പെരീനിയൽ റിവേഴ്സ് ആണ്. ഹിമാലയൻ റിവേഴ്സ് പെരീനിയൽ റിവേഴ്സ് ആകാൻ കാരണം എന്താ? ഹിമാലയൻ റിവേഴ്സ് പെരീനിയൽ റിവേഴ്സ് ആകാൻ കാരണം ഗ്ലേസിയേഴ്സ് ആണ്, അല്ലേ? അപ്പം ഈ ഹിമാലയൻ റിവേഴ്സ് പെരീനിയൽ റിവേഴ്സ് ആവുന്നത് പോലെ ചില വേറൊരു ടൈപ്പ് ഓഫ് റിവേഴ്സ് ഉണ്ട്. നമുക്ക് പെനിൻസുലാർ റിവേഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പെനിൻസുലാർ റീജിയനിൽ നിന്നും ഉത്ഭവിക്കുന്ന റിവേഴ്സിനെയാണ് പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത്. ഈ പെനിൻസുലാർ റിവേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? പെനിൻസുലാർ റിവേഴ്സ് നോൺ പെരീനിയൽ റിവേഴ്സ് ആയിരിക്കും. നോൺ പെരീനിയൽ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് മഴ പെയ്യുമ്പോൾ മാത്രമേ അതിൽ കൂടെ മഴക്കാലത്തും അതിനോടനുബന്ധിച്ച് മാത്രമേ വെള്ളം കാണുള്ളൂ. എല്ലാ സീസണുകളിലും അവിടെ വെള്ളം കാണണമെന്നില്ല, ഫ്ലോ കാണണമെന്നില്ല. ഇപ്പൊ നമ്മുടെ സമ്മർ സീസണിൽ ആ നമ്മുടെ നോൺ പെരീനിയൽ റിവേഴ്സ് എല്ലാം വറ്റി വരണ്ട് കിടക്കും. അപ്പൊ നോൺ പെരീനിയൽ റിവേഴ്സിന്റെ പ്രത്യേകത എന്താ? നോൺ പെരീനിയൽ റിവേഴ്സിൽ ഒരു വർഷത്തിൽ മുഴുവൻ ഫ്ലോ നടക്കണമെന്നില്ല. നമ്മുടെ ഇതിന്റെ എക്സാമ്പിൾ പഠിച്ചിട്ടില്ലേ? ഏതാ? നോൺ പെരീനിയൽ റിവേഴ്സിന്റെ എക്സാമ്പിൾ പഠിച്ചിട്ടില്ലേ? പെനിൻസുലാർ നോൺ പെരീനിയൽ റിവേഴ്സിന്റെ എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗോദാവരി, കൃഷ്ണ, ടാപ്പി, നർമ്മദ, ഇങ്ങനെ പോകും കേട്ടോ.